Hi students, today we are going to start with our new unit, unit 5, that is toxicology and toxicological effect. So what is basically toxicology? Environmental toxicology is a multidisciplinary field of science concerned with the study of the harmful effect of various chemical, biological and physical agents on living organisms. And ecotoxicology is a subdiscipline of environmental toxicology concerned with studying the harmful effects of toxicants at the pollution and ecosystem level. So basically നമ്മുടെ എൻവയോൺമെൻറ്റൽ ടോക്സിക്കോളജി എന്ന് വെച്ചാൽ നമ്മുടെ സയൻസിൻ്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. അവിടെ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ വേരിയസ് കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫിസിക്കൽ ഏജൻസൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ എന്ത് ഹാംഫുൾ ഇഫക്റ്റാണ് തരുന്നത്, അപ്പം അതിനെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റഡി ഉൾപ്പെടുന്നതാണ് ഈ എൻവയോൺമെൻറ്റൽ ടോക്സിക്കോളജിയിൽ. ഇനി അതിൻ്റെ തന്നെ ഒരു സബ് ഡിസിപ്ലിനാണ് ഇക്കോടോക്സിക്കോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെയും എങ്ങനെ ഈ ടോക്സിക്കൻസ് അല്ലെങ്കിൽ ഈ ടോക്സിൻസ് ഹാംഫുൾ ഇഫക്റ്റ് തരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് ഇക്കോടോക്സിക്കോളജി എന്ന് പറയുന്നത്. Biodegradation releases carbon dioxide and water as byproducts into the environment. This process is typically limited in areas affected by environmental toxicants. നമുക്കറിയാം, നമ്മുടെ ബയോഡിഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്ന ബൈ പ്രൊഡക്ട്സ് ആണ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു പ്രൊസീജിയർ, ഹ്യൂമൻ ബീങ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രൊസീജിയറിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ചില എൻവയോൺമെൻറ്റൽ ടോക്സിക്കൻസ്, അപ്പോൾ എൻവയോൺമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി ഇൻസൈഡ് ദ ബോഡി ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആകാം, രണ്ടും പോസിബിളാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ടോക്സിക്കൻസിൻ്റെ ഫലമായിട്ട് ഈ ഒരു പ്രോസസ്സിന് പോലും ഒരു ലിമിറ്റേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. Harmful effect of such chemical and biological agents as toxicants from pollutants, insecticides, pesticides and fertilizers can affect an organism and its community by reducing its species diversity and abundance. Such changes in population dynamics affect the ecosystem by reducing its productivity and stability. അപ്പം അതായത് ഈ പൊല്യൂട്ടൻസ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വരുന്ന ടോക്സിക്കൻസ്, അത് ബയോളജിക്കൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ, ടോക്സിക്കൻസ് അതിൽ നിന്നും വരുന്ന പൊല്യൂട്ടൻസ് നമ്മുടെ ഓർഗാനിസത്തിന്, ലിവിങ് ഓർഗാനിസത്തിന് ഇഫക്റ്റ് ചെയ്യുവാനായിട്ടും അതിൻ്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി തന്നെ അത് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് ടോക്സിക്കൻസ് വരെ ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം എന്ത് സംഭവിക്കും, ഒരു സ്പീഷീസിൻ്റെ ജീവിതത്തിന് തന്നെ ഒരു ഹാംഫുൾ ഇഫക്റ്റ് തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷനെ കുറയ്ക്കുക. അപ്പം അങ്ങനെ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് നാശത്തിന് തന്നെ കാരണമാകാനായിട്ടുള്ളൊരു സാധ്യതയും, അത്രത്തോളം ഹാംഫുൾ ഇഫക്റ്റാണ് ഈ ടോക്സിക്കൻസൊക്കെ തരുന്നത്. The most known or common type of heavy metals include zinc, arsenic, copper, lead, nickel, chromium and cadmium. All these types cause certain risk on human and environmental health. അപ്പം മെയിനായിട്ടും നമ്മുടെ ഈ എൻവയോൺമെൻറ്റൽ ടോക്സിക്കോളജിയിൽ നമ്മൾ ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് നമുക്ക് ഹാംഫുൾ ഇഫക്ട്സ് തരാറുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് നമുക്കത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഹെവി മെറ്റൽസിൻ്റെ ബയോളജിക്കൽ ഹാംഫുൾ ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതും സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അത്രത്തോളം നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് ഹാംഫുൾ ഇഫക്റ്റ് തരാനായിട്ട് ഹെവി മെറ്റൽസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹെവി മെറ്റൽസ് അത്രത്തോളം ദൂഷ്യമാണ് നമ്മുടെ ഇതിന്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഹെവി മെറ്റലുകളൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പം പല ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ആണെങ്കിൽ പോലും ഹെവി മെറ്റൽസ് എൻവയോൺമെൻറ്റിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് അതിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളും അതനുസരിച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഹൗ ഡു ടോക്സിക് കെമിക്കൽസ് എഫക്റ്റ് ദ എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് ടോക്സിക് കെമിക്കൽ എഫക്റ്റ് ചെയ്യുന്നത്? കെമിക്കൽസ് ക്യാൻ എൻറ്റർ ദ എൻവയോൺമെൻറ്റ് ഫ്രം മെനി ഡിഫറെൻറ്റ് സോഴ്സസ് സച്ച് ആസ് ലാൻഡ് ഫിൽസ്, ഇൻസിനറേറ്റേഴ്സ്, ടാങ്ക്സ്, ഡ്രംസ് ഓർ ഫാക്ടറീസ്.
chemicals can move through air, soil and water. They can also be on plants or animals and can get into the water, get into the air we breathe, the food we eat and the water we drink. അതായത് കെമിക്കൽസ് എങ്ങനെ എൻവയോൺമെൻറ്റിലേക്ക് വരാം എന്നുള്ളത് പല സോഴ്സിലൂടെ ഈ കെമിക്കൽസിന് അല്ലെങ്കിൽ ടോക്സിക്കൻസിന് എൻവയോൺമെൻറ്റിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അത് ലാൻഡ് ഫിൽസ്, നമ്മൾ ലാൻഡുകൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, ഇൻസിനറേറ്റേഴ്സ് കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട്, ടാങ്ക്സ്, ഡ്രംസ്, ഫാക്ടറീസ്, അപ്പോൾ ഇതൊക്കെ കൊണ്ടും ഓരോരോ ടൈപ്പ് ഓഫ് കെമിക്കൽസിന് എൻവയോൺമെൻറ്റിലേക്ക് വരാനായിട്ട് സാധിക്കും. കെമിക്കൽസ് ക്യാൻ മൂവ് ത്രൂ എയർ, സോയിൽ ആൻഡ് വാട്ടർ. സോയിലിനകത്തൂടെയും എയറിനകത്തൂടെയും വാട്ടറിനകത്തൂടെയും കെമിക്കൽസിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. They can also be on plants and animals and can get into air we breathe. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ ഒക്കെ ഇത് പ്ലാന്റ്സിനും ആനിമൽസിലേക്കും ഒക്കെ ഈ കെമിക്കൽസിനെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അപ്പോൾ പല പല സോഴ്സുകളിൽ നിന്നും എൻവയോൺമെൻറ്റിലേക്ക് എത്തും. എൻവയോൺമെൻറ്റിൽ നിന്നും അത് ഹ്യൂമൻസിലേക്ക് എത്തും. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ അല്ലെങ്കിൽ വാട്ടറിലൂടെ, എയറിലൂടെ ഒക്കെ അത് ഹ്യൂമൻസിലേക്കും ഈ കെമിക്കൽസ് എത്താനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ടോക്സിക് കെമിക്കൽസ്? ഇനിയും ഈ ടോക്സിക് കെമിക്കൽസിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്? ഇൻ മെനി സച്ച് സെറ്റിംഗ്സ് toxic chemicals may be emitted directly into soil, air and water from industrial process, pulp and paper plants, tanning operations, mining and unsustainable forms of agriculture at levels or rates well in excess those are tolerable to human beings. അതായത് സത്യം പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി അല്ലാണ്ട് ഡയറക്റ്റ്ലി തന്നെ ഈ ഇതുപോലുള്ള ഹെവി അല്ലെങ്കിൽ ടോക്സിക് കെമിക്കൽസിന് എൻവയോൺമെൻറ്റിലേക്ക് എത്താനായിട്ട് പറ്റും. അതായത് ഇൻഡസ്ട്രിയൽ, ഫാക്ടറിയൽ പ്രോഡക്ട്സ്, മൈനിങ്, ഇനിയും അതല്ലാതെ ചില അഗ്രികൾച്ചർ ഫോംസിൽ നിന്ന് പോലും പല കെമിക്കലുകൾക്കും ഡയറക്റ്റ്ലി നമ്മുടെ സോയിലിനകത്തേക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണ്, ഹ്യൂമൻ ഹെൽത്തിന് ടോളറബിളായിട്ടുള്ള രീതിയിൽ അത്രത്തോളം വലിയ വലിയ എമൗണ്ടിൽ തന്നെ ഡയറക്റ്റ്ലി എൻവയോൺമെൻറ്റിലേക്ക് എത്തിപ്പെടും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ആണ് നമ്മൾ വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല, ഇൻഡയറക്റ്റ്ലി പോലും ഇതിന് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഹൗ ഡു യു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം ടോക്സിൻസ്? ടോക്സിൻസിൽ നിന്ന് നമുക്ക് സ്വയം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത്. If your house was built before 1978, ask an adult to have if tested for lead. അപ്പോൾ 1900 ഇപ്പം ഇത് ജനറലായിട്ട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതായത് നമുക്ക് എങ്ങനെ ടോക്സിൻസിൽ നിന്നും രക്ഷ നേടാമെന്നുള്ളത്. ഇപ്പോൾ 1978 മുൻപ് പണിത വീടാണെന്നുണ്ടെങ്കിൽ അഡൽസിനോട് ചോദിക്കുക ലെഡ് ടെസ്റ്റ് നടത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും വരില്ല. ബട്ട് ജനറലായിട്ട് അവർ പറഞ്ഞു തന്നേ ഉള്ളൂ. വാഷ് യുവർ ഹാൻഡ്സ് ഓഫൺ ആൻഡ് ഓൾവേസ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ്. കഴിക്കുന്നതിനും കിടക്കുന്നതിനും മുൻപായിട്ട് ഓൾവേസ് നമ്മൾ കൈ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക. അതിപ്പം നമ്മൾ ഒരുമാതിരിയൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണത്. യൂസ് കോൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, കുക്കിംഗ്. അതുപോലെ തന്നെ തണുത്ത വെള്ളം നമ്മൾ കുടിക്കുവാനായിട്ടും കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളമല്ല, അല്ലാണ്ട് നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വെള്ളം തന്നെ കുടിക്കുകയും കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക. മേക്ക് ഷ്യൂർ യു ഈറ്റ് ഫുഡ് ദാറ്റ് ഹാവ് എ ലോട്ട്സ് ഓഫ് കാൽസ്യം, അയൺ ആൻഡ് വിറ്റമിൻ സി. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം കാൽസ്യം, അയൺ, വിറ്റമിൻ സി അതുപോലുള്ളതൊക്കെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈറ്റ് ലെസ് ഫാറ്റി ഫുഡ്സ് ബിക്കോസ് ദേ ക്യാൻ അബ്സോർബ് യു മോർ ലെഡ്. നമ്മൾ ഫാറ്റി ഫുഡ്സ് കുറച്ച് കഴിക്കാനാണ് അവർ പറഞ്ഞത്. കാരണം ഫാറ്റി ഫുഡ്സിന് ഒരുപാട് ലെഡിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ലെഡിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാറ്റി ഫുഡ്സ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദെർബൈ വി ക്യാൻ റെഡ്യൂസ് ദ അബ്സോർപ്ഷൻ ഓഫ് മോർ ലെഡ്. അപ്പോൾ ലെഡിൻ്റെ ആ ഒരു അബ്സോർപ്ഷനെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ ജനറലായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ഹെവി മെറ്റൽസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ദോഷമായിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹെവി എലമെൻസിൻ്റെ പേര് വന്നിട്ട് അതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാനായിട്ട് പോകുന്നത്. അപ്പം ബയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് such heavy metals. Okay, first we are going to discuss about arsenic.
ആർസനിക് എന്ന് പറയുന്ന ഒരു മെറ്റലിൻ്റെ ടോക്സിക് എഫക്ട്സ്, ബയോളജിക്കൽ ടോക്സിക് എഫക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആർസനിക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെവി മെറ്റൽ കോസ് ഹെൽത്ത് പ്രോബ്ലംസ് വിതിൻ ഇക്കോളജിക്കൽ ആൻഡ് ഹ്യൂമൻസ്. അതായത് ഇക്കോളജിക്കലാണെങ്കിൽ പോലും, അതായത് നമ്മുടെ സറൗണ്ടിങ്സ് എൻവയോൺമെൻറ്റിലാണെങ്കിലും ഹ്യൂമൻസിനാണെങ്കിലും വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഹെവി മെറ്റലാണ് ആർസനിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് സെമി മെറ്റാലിക് പ്രോപ്പർട്ടി ഈസ് പ്രൊഡോമിനൻ്റ്ലി ടോക്സിക് ആൻഡ് കാർസിനോജനിക്. നമുക്ക് വളരെയധികം ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതിൻ്റെ സെമി മെറ്റാലിക് പ്രോപ്പർട്ടി കാരണം അത് വളരെയധികം ടോക്സിക്കുമാണ്, അതുപോലെ തന്നെ കാർസിനോജനിക് ആണ്. കാർസിനോജനിക് മീൻസ് ക്യാൻസർ കോസിങ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഓക്സൈഡ്സ് ഓർ സൾഫൈഡ്സ് ഓർ സാൾട്സ് ഓഫ് അയൺ, സോഡിയം, കാൽസ്യം, കോപ്പർ എക്സെട്ര. ഒന്നെങ്കിൽ ഈ ആർസനിക് എന്ന് പറയുന്ന ഓക്സൈഡ്സ് ആയിട്ടോ സൾഫൈഡ്സ് ആയിട്ടോ ഒക്കെ എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയൺ, സോഡിയം, കാൽസ്യം, കോപ്പർ പോലുള്ള മെറ്റൽസിന് സോൾസ് ആയിട്ട് വേണമെങ്കിലും അതിന് എക്സിസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം പല ഫോമിലും ഈ ആർസനിക് അവൈലബിൾ ആണ്. നോട്ട് ഓൺലി ദാറ്റ്, but it is also the most abundant element here on earth. Its specific inorganic forms are very dangerous to living creatures. അപ്പോൾ അതുകൂടാതെ, അതായത് പല കോമ്പൗണ്ടുകളിലായിട്ടോ പല ഫോമുകളിലായിട്ടോ ഇരിക്കുന്നത് കൂടാതെ നമ്മുടെ എർത്തിൽ തന്നെ അബണ്ടൻ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഹെവി മെറ്റൽ കൂടിയാണ് ആർസനിക്. അതുകൊണ്ട് അതിൻ്റെ ഇനോർഗാനിക് ഫോംസ്, ആർസനിക്കിൻ്റെ ഇനോർഗാനിക് ഫോംസ്, ബേസിക്കലി സോൾട്ടുകളായിട്ടുള്ള ഇനോർഗാനിക് ഫോംസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ക്രിയേച്ചേഴ്സിന് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്. ഇഫക്ട്സ് ഓഫ് ആർസനിക് ഓൺ ഹ്യൂമൻസ് ഈസ് ദാറ്റ് ദേ ക്യാൻ കോസ് ക്യാൻസർ ഇൻ ദ ബ്ലാഡർ, സ്കിൻ, ലങ്സ് ആൻഡ് ലിവർ. അപ്പം ബ്ലാഡർ, സ്കിന്ന്, ലങ്സ്, ലിവർ പോലുള്ളതിലൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമായിട്ട് ഈ ആർസനിക് മാറാം. One of the major areas in which humans can expose to arsenic is through contaminated water, which is a problem in more than 30 countries in the world. ഇനിയും നമ്മളോർക്കും എവിടെ നിന്ന് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ ആർസനിക് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാം, ആർസനിക് എങ്ങനെ കടക്കാൻ പറ്റുമെന്ന്. അപ്പം ഡയറക്റ്റ്ലി നമ്മൾ ആരും ആർസനിക് എടുത്ത് ആർസനിക്കിന് പോയി എന്താ പറയുന്നത് മുന്നിൽ പോയി നിൽക്കുകയോ അല്ലെങ്കിൽ എടുത്ത് ശ്വസിക്കുകയോ കഴിക്കുകയോ നമ്മൾ ചെയ്യാറില്ല. പിന്നെ എങ്ങനെ ഈ ആർസനിക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൊക്കെ ഈ ആർസനിക്കിൻ്റെ പ്രസൻസ് വളരെ കൂടുതലാണ്. പല കെമിക്കൽ റിയാക്ഷനും ഓക്സിഡേഷൻ പ്രോസസ്സൊക്കെ നടന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ട് കിടക്കുന്ന വാട്ടറിലൊക്കെ ഈ ആർസനിക്കിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ അതിപ്പോൾ നമ്മൾ എടുത്ത് കുടിക്കണം എന്നല്ലാണ്ട് തന്നെ അതുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്ത കാര്യമാണ്. ഒരു ലോകത്തിലെ 30ഓളം കൺട്രീസിൽ ഇത് പ്രൂവ്ഡ് ആണ്. ഇങ്ങനെ ആർസനിക്കിൻ്റെ പ്രസൻസ് ആളുകളിൽ കൂടുതലായി എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രം കണ്ടാമിനേറ്റഡ് വാട്ടർ ഓൺലി ദേ ഹാവ് പ്രൂവ്ഡ്. ഹ്യൂമൻസ് tend to encounter arsenic by natural means, industrial source or from unintended source. Water can become contaminated by arsenial pesticides or just natural arsenial chemicals. അപ്പോൾ വാട്ടർ എങ്ങനെ ആർസനിക് മൂലം കണ്ടാമിനേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സോ കെമിക്കൽസോ ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് വാട്ടറിലേക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം ഹ്യൂമൻ ടെൻസ് ടു എൻകൗണ്ടർ. അപ്പോൾ എങ്ങനെ ഹ്യൂമൻസിൻ്റെ അടുത്തേക്ക് ഇത് വരുന്നു എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നാച്ചുറലി വരാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സോഴ്സസ് അതുപോലെയുള്ള അൺഇൻറ്റൻഡഡ് സോഴ്സിൽ നിന്നുമൊക്കെ ആർസനിക് വരുവാനായിട്ട് സാധിക്കും. There are some cases in which arsenic has been used suicidal attempts and can result in acute poisoning. അതായത് ചില ഒരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ആർസനിക് എടുത്ത് കഴിക്കും. അപ്പോൾ അത് അക്യൂട്ട് പോയിസണിങ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് മാറും. കാരണം നമ്മുടെ ഉള്ളിൽ ചെല്ലാവുന്നതിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട്, സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തുന്നവർ അങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതിനൊരു അക്യൂട്ട് പോയിസണിങ് എന്ന് പറയുന്നത് വേറൊരു ഇതായിട്ട് മാറും. ആർസനിക്കിൻ്റെ തന്നെ അക്യൂട്ട് പോയിസണിങ്ങിലേക്ക് ചെല്ലും. Arsenic is a protoplastic poison since it affects primarily the high sulfhydryl group of cells, causing malfunctioning of cell
റെസ്പിറേഷൻ, സെൽ എൻസൈംസ് ആൻഡ് മൈറ്റോസിസ്. ഇനിയും നമ്മുടെ ഈ ആർസനിക്, അതായത് അക്യൂട്ട് പോയ്സണിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് പറയുന്നത്. അതായത് നമ്മൾ സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആർസനിക് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് അത്രത്തോളം എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് അക്യൂട്ട് പോയ്സണിങ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും. അതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ആർസനിക്ക് നമ്മുടെ സെല്ലിൻ്റെ സൾഫർ-ട്രയൽ ഗ്രൂപ്പ്സിലായിരിക്കും ഇഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് സൾഫറുമായിട്ട് ബോണ്ട് ചെയ്ത് വരുന്ന ഗ്രൂപ്പ്, സൾഫർ-ട്രയൽ, എസ്, OH അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സൾഫർ-ട്രയൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെല്ലിനകത്ത് ഉണ്ടാകും. കാരണം സെല്ലിനകത്ത് ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻസിലായിരിക്കും ഈ ഗ്രൂപ്പുകളൊക്കെ കാണുന്നുണ്ടാവുക. അപ്പം ആ സൾഫർ-ട്രയൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെൽ റെസ്പിറേഷനും സെൽ എൻസൈംസിനും മൈറ്റോസിസ് പോലുള്ള പ്രക്രിയ നടക്കുവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് സൾഫർ-ട്രയൽ ഗ്രൂപ്പ്. അതിനെ ആയിരിക്കും ഏറ്റവും ആദ്യം ഈ ആർസനിക്ക് ഇഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ഇഫക്റ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ സെൽ റെസ്പിറേഷൻ നടക്കില്ല, സെൽ എൻസൈംസിന് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, മൈറ്റോസിസ് നടക്കത്തില്ല. ഈ 3 നടന്നില്ലെന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതം തന്നെ നടക്കുകയില്ല. അപ്പം അതാണ് ആർസനിക്കിൻ്റെ അത്രത്തോളം ഹാംഫുൾ ഇഫക്ട്സ് ആർസനിക്കിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ തരാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ഹെവി മെറ്റലുകളും കുറച്ച് ഓക്സൈഡ്സിൻ്റെ ബയോളജിക്കൽ ഇഫക്ട്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആർസനിക്കാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് കൂടാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് എവിടെ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ കളക്ട് ചെയ്തിട്ട് എക്സാംസിന് എഴുതുവാനായിട്ട് നോക്കണം. മാക്സിമം ഞാനും ട്രൈ ചെയ്യും എക്സ്ട്രാ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. PDF ആയിട്ട് ഞാൻ അയച്ചു തന്നിട്ട് അതുകൂടെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് ലെക്ചർ. താങ്ക് യു സ്റ്റുഡൻസ്.